ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അത് ഇന്നലെ ഉണ്ടായി. എന്തുണ്ടായി? നമ്മുടെ രണ്ട് റൂമൊന്നും ഗിരിഗിരി എന്നുള്ള സൗണ്ട്, മിന്നലും ലൈറ്റൊക്കെ ഇങ്ങനെ കത്തണത് പോലെ കണ്ടു. പനക്കെന്റെ ആങ്ങളോടൊന്ന് പറഞ്ഞൂടെ? എന്റെ ആങ്ങളേനെ വിളിച്ചിട്ടുണ്ട്. മൂപ്പരോടെ മുല്ലാക്കാനെ വിളിക്കാൻ പറയ്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ? മുല്ലാക്കാട് വരാന്. എന്നാ ശരി. ശരി. വാടിയേ. എന്താ കഴിച്ച വർത്താനം? നല്ല വർത്താനം. അതൊന്നും പറയണ്ട. ആകെ റൂമില് ആകെ പ്രശ്നം ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ആകെ ഇതായിട്ടാ ഇരിക്കണത്. ആകെ പേടിച്ചിട്ടൊക്കെ ഇരിക്കണത്. എന്താ പറ്റി കഴിച്ചോ? അതൊന്നും പറയണ്ട. എന്താ പ്രശ്നം? എന്താ പത്ര വലിയ പ്രശ്നം? ആകെ ഒന്നും പറയണ്ട. എന്താ അങ്ങോട്ട് നോക്കണേ? കുട്ടികള് കേക്കണ്ട വെച്ചിട്ടാണേ. അന്തേ എന്താ പ്രശ്നം? അന്തി പകരായ റൂമിന്റെ ഉള്ളൊന്നും ആകെ വിളിച്ചും ആകെ തെക്കും തിരക്കും ആകെ ഇതായിട്ടാണ് ഇരിക്കണത്. ആകെ പേടിച്ചിട്ടാ ഇരിക്കണത്. നമ്മുടെ റൂമില് രണ്ട് റൂമിലും രാത്രി ഉണ്ടായ കിരികിരി സൗണ്ടും ലൈറ്റും ആകെ കത്തിക്കൊണ്ടിരിക്കാണ്. ആകെ പേടിച്ചിട്ട് ആകെ ഇതായിട്ടാണ് ഇരിക്കണത്. വെറുതെ അല്ലേ കഴിച്ച എന്റെ മുഖത്തൊരു വിഷമം. അത് ജിന്ന കഥയമാതാടെ വീട്ടിൽ നമ്മൾ കേട്ടില്ലേ, ഉണ്ടായിരുന്നില്ലേ? അത് ശരിയാട്ടോ കഴിച്ച, അത് ജിന്നന്നെ. ജിന്നോ? അത് ജിന്നന്നെയാണ്. അതാ ഊത്തുമല്ലാക്കണെന്ന് വിളിച്ചൂടെ? അതന്നെ. എന്റെ ആങ്ങളെ വരുന്നുണ്ട്. എന്നാ ഞങ്ങള് പോട്ടെന്നാല്. എന്താ മോളെ പ്രശ്നം? നിങ്ങളിങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാനേ നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അത് ഞാൻ മുല്ലാക്കാട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനേ മുല്ലാക്കാട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓരിപ്പോ വരും. അപ്പൊ ഞാനേ അതിനങ്ങോട്ട് വന്നത് ഇപ്പോ. ഇവിടെ ഇരിക്കേ. രണ്ട് റൂമിലും പ്രശ്നമുണ്ട് എന്നാണ് ഓള് പറയണത്. നമുക്കത് നോക്കിയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഇതാണ് എന്റെ മോന്റെ റൂം. ഇതാണ്. ഞാൻ നോക്കട്ടെ ഞങ്ങോട്ട് മറിക്കാം. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. പുറത്തു പോ. ഇതാണ് അടുത്ത റൂം. ഇതാരത്? മോളാണ്. എന്റെ മോളാണല്ലേ? ഞാനേ വന്നതും പോയതൊന്നും ഓളറിഞ്ഞിട്ടില്ല. ഓളാ ഇരിപ്പന്നെ മൊബൈലില്. ഞാനീ മൊത്തം ഈ റൂമുകളൊക്കെ മൊയ്ക്കാൻ നോക്കി. അതിലേക്ക് എന്താ പിടുത്തം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ ചെറിയൊരു കള്ളക്കളി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ? എന്തോ ഒരു ചെറിയ പ്രശ്നം. അത് ഞാൻ നോക്കിയിട്ട്
ഇൻഷാ അല്ലാ നമുക്ക് ഒന്ന് തർത്തീബാക്കാം അല്ലേ അങ്ങനെ പറയാം. അല്ല മോളെ ഇജിപ്പ് ഇതെങ്ങനെ കണ്ടത്? ഞാനും മൊല്ലാക്ക മേലത്തെ റൂമിലാണ് കിടക്കാറ്. ആ ആ ആ ആ ആ മക്കള് രണ്ടാളും ഇവിടെ കിടക്കാറ്. ആ അത് ശരി അത് ശരി. ആ അപ്പൊ അങ്ങനെ കണ്ടതാണ്. എന്തപ്പ ഈ കാണുന്നത്? ആ കാണുന്ന സംഭവം എത്ര മണിയാന്നറിയണം. അതിപ്പോ 2 റൂമൊന്നും പിന്നെ ലൈറ്റ് കത്തുക മിന്നുക. അതിപ്പോ സമയം ഇപ്പൊ പാതിര വെളിച്ചൊക്കെ തോന്നണു. ആ അത് ശരി. ഇജൊന്നും ഇങ്ങോട്ട് മാറിക്കാം. ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കാം. ഇങ്ങോട്ട് മാറിക്കാം. പിന്നെ അൻ്റോട് മറ്റേ പരിപാടി വല്ലതും ഉണ്ടോ? എന്ത് വർത്താനം നിങ്ങൾ പറയണത്? എന്ത് വൃത്തിയായിട്ട വർത്താനം പറയണത്? സബുറക്ക് ഞാൻ ചോദിച്ചതിന് എനിക്ക് ഇപ്പോഴും ചാടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയണത് മൊബൈലോ ഈ കമ്പ്യൂട്ടറോ അങ്ങനെ വല്ല സാധനം ഉണ്ടോന്നോ ചോദിക്കണത്. അതന്നെ ഈ പറഞ്ഞത് തന്നെ. വൈഫൈ അതന്നെ. അറിയണ്ടേ? ശരിക്ക് പറയണ്ടേ? ആ അതിപ്പോ മൂപ്പര് വെച്ചിട്ട് ഇപ്പൊ പോയുള്ളൂ. തന്നെ ശരി. ഇതല്ലേ ഈ സാധനം? ആ അതന്നെ അതെ സാധനം. ഒരു 2 മണി 12 മണി സമയം അല്ലേ? 12 മണിയാവും അല്ലേ? ശരി. ഇടുവാ. പിന്നെ ചെറിയൊരു സ്വകാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ജിന്ന് ഇതുകൂടെയാണ് ബലിച്ചത്. അതിനൊരു മസാല ഉണ്ട്. അത് ഇൻഷാ അല്ലാ ഞാനിപ്പോ ഒന്നും കൂടി നോക്കിയിട്ടാ പറയാം. അള്ളാ ഇതിനെ വരുന്നത് 2 മണി 12 മണിയാണ് സമയം അല്ലേ? ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ വിടുവാ. അതെ ഈ ഉറങ്ങാൻ പോണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്വിച്ച് അങ്ങോട്ട് അമർത്തിക്കാളോ ഓപ്പാക്കിക്കോളി. അപ്പൊ ഇൻഷാ അല്ലാ അത് ഇനി ബൈക്ക് കിടക്കൂല. അള്ളാ ഇതിന്റെ മേലെ കൂടെ വരുന്നത്. ആ അതന്നെ ജിന്ന് എന്ന് പറഞ്ഞ സംഭവം ഇനി ഇൻഷാ അല്ലാ എന്റെ പോരയിലേക്ക് കടക്കൂല. അത് ഞാനാ പറയണത്. ഞാൻ അൽഹംദുലില്ലാഹ്. ഈ കാര്യം മക്കളോട് പറയണ്ട. മക്കളറിഞ്ഞ പേടിക്കേ. ഈ രഹസ്യം ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഞാനും ഇജ്ജല്ലാതെ ഒരു മഹലൂക്ക് അറിയാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മക്കളും അറിയാൻ പാടില്ല. ഓക്കെ എന്നാ അപ്പൊ ഇജ്ജെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നാളെ പുലർച്ചക്ക് ഇജ്ജ് ആ ഫോൺ എടുത്തിട്ട് വെയിലേരെന്ന് വിളിക്കുക. അത്ര മാത്രമേ അറിയുള്ളൂ. ഒന്ന് അറിയണ്ടേ ഇതിന്റെ വിവരങ്ങളൊക്കെ എന്താകും കേട്ടാ. അങ്ങനെ മതി. നമ്മളൊക്കെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ-കാശ് റഹ്മാനി റബ്ബേ അല്ലാഹി. ഹലോ മൊല്ലാക്കല്ലേ? ആ അതെ അതെ മൊല്ലാക്ക തന്നെയാണ്. പറഞ്ഞോളി. അതെ ഇന്നലെ രാത്രി നിങ്ങൾ പറഞ്ഞ പോലെ ഹയറായിട്ടോ? ആ അതൊക്കെ ആവും. മൊല്ലാക്ക ചെയ്ത ഒന്നും പുറത്തു പോയിട്ടില്ല. ഒക്കെ തന്നെ. പിന്നെ എന്റെ മാപ്പിള വരുമ്പോ എന്താ പറയണ്ടെന്ന് അറിയോ? ഈ മേലൊക്കെ തേക്കണ ആ മണക്കണ സാധനം ഒരു കുപ്പി അങ്ങോട്ട് കൊടുത്തയക്കാൻ പറയും. അയ്യോ അവൻ വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഒക്കെ റാഹത്തായിക്കോളും. എന്നാ ശരി.